ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കാത്ലോണിൻ്റെ കെച്ചുവ എന്ന് പറഞ്ഞ ബ്രാൻഡ് ട്രെൻഡാണ്. ഇതാണ് സംഭവം. കണ്ടില്ലേ, 2% ടെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ നമ്മൾ ട്രിപ്പ് പോയൊരു വീഡിയോ ഉണ്ട്, അത് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ പോകാം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും ഡെസ്റ്റിനേഷനൊക്കെ പറയാനുണ്ട്. ഒരു ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 150 കിലോമീറ്റർ വൺ സൈഡ്. അതിലുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആരെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. ആരും കമൻറ്റില്ലെന്ന് അറിയാം, എന്നാലും നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് ഇതിങ്ങനെ ഒരു കവറിലാണ് ഇത് വരുന്നത്. അതിങ്ങനെ രണ്ട് സൈഡിലേക്കും കളിക്കുക. അതിനുശേഷം കഴിഞ്ഞാൽ ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളല്ലാതെ നമ്മുടേതായ ഒരു ലെവലിൽ വെച്ച് ചെയ്യാൻ നോക്കുകയാണ്. ഇതായാലും ചുമ്മാ കണ്ടേക്കാം. നമ്മൾ ടെൻറ്റിൻ്റെ ബാഗ് അൺബോക്സ് ചെയ്തു. ഇതിനകത്തുള്ളത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇത് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി ഇതാണ് ടെൻറ്റിൻ്റെ ബാഗാണ്, ടെൻറ്റ് കൊണ്ടുപോകാനുള്ള ബാഗ്. അപ്പോൾ അത് ഡെക്കാത്ലോണിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സിനും ഒരു പ്രത്യേകത ഉണ്ട്. അവർ നമുക്ക് തന്നെ അത് വേറൊരു ബാഗൊന്നും മേടിക്കേണ്ട രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ റെയിൻകോട്ട് എല്ലാം സ്മാർട്ടായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ നമുക്ക് ബൈക്കിലൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് സെറ്റ് നമ്മുടെ സൈഡിൽ കൊടുക്കുന്ന പോളാണ്. അതാണ് ഈ ഇതിൽ വരുന്നത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ സ്ട്രിങ് അഥവാ സ്റ്റിക്ക് എന്നൊക്കെ പറയുന്ന സംഭവം. പിന്നെ ഇത് ടെൻറ്റിൻ്റെ ടോപ്പിൽ വരുന്ന ക്ലോത്താണ്. ഇത് വാട്ടർ പ്രൂഫ് ക്ലോത്തിങ് ആണ്. ഇത് ടെൻറ്റിൻ്റെ ബേസാണ്. അപ്പോൾ ഇതാണ് ബേസ്. അപ്പോൾ ഇത് നമുക്ക് നിവർത്തി വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. കാണുന്നുണ്ടോ? ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങളൊന്ന് കിടന്നേടാ. കിടന്നുറങ്ങാനല്ല പറഞ്ഞത്. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? എനിക്ക് സുഖമായിട്ട് കിടക്കാം. സ്ഥലം 2 പേർക്ക് കിടക്കാൻ പറ്റുമല്ലോ. എനിക്ക് ചുമ്മാ കിടക്കാം സുഖമായിട്ട്. ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ ട്രക്കിലടിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ടെൻറ്റ് വിജയകരമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. സെറ്റ് ചെയ്യുന്ന കാണിക്കാം, അഴിക്കാൻ നേരത്ത് കാണിക്കാൻ. വലിയ സീനൊന്നും ഇല്ല. വീഡിയോ ഒക്കെ യൂട്യൂബിൽ അത്യാവശ്യം ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലുണ്ട്. നമ്മൾ ആദ്യം ആമസോണിൻ്റെ ഒരു ടെൻറ്റായിരുന്നു മേടിച്ചത്. അതിന് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. സ്റ്റിച്ചിങ് എല്ലാം കുറച്ചുകൂടെ ബെറ്ററാണ്. ഡബിൾ സ്റ്റിച്ചിങ് ആണ്, മറ്റേ സിംഗിൾ സ്റ്റിച്ചിങ് ആയിരുന്നു. പിന്നെ താഴത്തെ ബേസ് മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെ നമുക്ക് കിടന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബെഡോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ഷീറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്കൊന്ന് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റും. പക്ഷേ വിട്ട് ഞാൻ കാണിച്ചു തരാം. അന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാം. എനിക്ക് ഏകദേശം 6 ഫീറ്റാണ് എൻ്റെ ഹൈറ്റ്. കറക്റ്റ് ലെങ്ത്ത് ഓക്കെയാണ്, കറക്റ്റാണ്. ഒരു പില്ലോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. അതുകൊണ്ട് ഇപ്പുറത്ത് ഒരാൾക്ക് കിടക്കാം. ഞാനിപ്പോൾ അവനെ കിടത്തി കാണിച്ചു തരാം. പിന്നെ ഹൈറ്റ് ആണെങ്കിലും ഉണ്ട് അത്യാവശ്യം. കണ്ടില്ലേ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തില്ല. പിന്നെ സ്മാർട്ടായിട്ടുള്ള ഡിസൈനായിട്ട് ഇവിടെ നമുക്ക് ടോർച്ചോ കാര്യങ്ങൾ രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് ടോർച്ചൊക്കെ വേണമെന്നെങ്കിൽ അതിവിടെ തൂക്കിയിടാം. എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ സെറ്റപ്പൊക്കെ ഡിസൈൻ കുറച്ച് സ്മാർട്ടായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ. ഇതാണ് ഇതിൻ്റെ ഡോറ് എൻട്രൻസ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു മോസ്കിറ്റോ നെറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ വാട്ടർ പ്രൂഫിങ് ക്ലോത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാഴ്ച കണ്ടുകൊണ്ട് കിടക്കാം. രാത്രി ഇരുട്ടാണ്ട് കാഴ്ചയൊന്നും കാണില്ല. അപ്പോൾ ഇതിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. തണുപ്പ് അത്രയും കുറയും. പിന്നെ ഇവിടെ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇവിടെ എല്ലാം വൈറ്റാണ് ഈ ക്ലോത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ യൂസിന് പെട്ടെന്ന് ഇത് ബ്രൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഡീപ്പ് കളർ കൊടുത്തായിരുന്നെങ്കിൽ യൂസിങ്ങിന് നല്ലതായിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു നല്ല അകത്തുള്ളിൽ നല്ല വെട്ടമുണ്ട് അല്ലേ, നല്ല വെട്ടം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും അങ്ങനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഡെക്കാത്ലോൺ പ്രോഡക്ട്സ് പോലെ എൻ്റെ ഒരു പറ്റുപോക്കൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പല പല ഭാഷയിൽ എഴുതി പഠിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റിയെ പറ്റി നമ്മൾ ഏതായാലും യൂസ് ചെയ്തിട്ട് ഇതിനൊരു കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെൻറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനല്ല, ഇത് നമ്മൾ റെൻറ്റിനും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തു തന്ന കാര്യം. അപ്പം ഇത് ഡെയിലി ബേസിൽ നമ്മൾ റെൻറ്റ് കൊടുക്കും. ഡെയിലി അല്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ എത്ര ദിവസമാണോ അതനുസരിച്ച് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലായിട്ട് ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് റെൻറ്റിന് ടെൻറ്റ് കൊണ്ടുപോകാം. റെൻറ്റ് ടെൻറ്റ് എന്നാണ് നമ്മുടെ ഒരു ചെറിയ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പേര്. നമ്മൾ ഭാവിയിൽ കുറച്ച് ട്രാവലിംഗ് വേണ്ട സാധനങ്ങളെല്ലാം, ബാഗ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ റൈഡേഴ്സിന് പറ്റിയ സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് നമ്മൾ തുടങ്ങുന്നത് ടെൻറ്റ് വഴിയാണ്. അപ്പം ഇത് താല്പര്യമുള്ളവർ പറയുക. ബാക്കി കാര്യങ്ങളിൽ എല്ലാം നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാം. വെറും
ഒരു റൂമൊക്കെ എടുക്കണേ എങ്ങനെയാണെന്നൊരു 800 രൂപ മിനിമം നമുക്കാവും. അപ്പോൾ അത്രയും ആ ഒരു ബഡ്ജറ്റൊന്നും വേണ്ടാതെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് സ്റ്റേ ചെയ്യാനൊരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അഴിക്കുന്നതും സെറ്റ് ചെയ്യുന്നതും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത ടെൻറ്റ് നമ്മൾ അഴിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. സിമ്പിളാണ്, വലിയ ചിലപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ മതി. അതിന് തന്നെ നമുക്ക് ഈ ക്ലോസ് ചെയ്തേക്കാം. വൈറ്റ് ആയിട്ട് ഇതൊക്കെ നീറ്റായിട്ട് വെക്കേണ്ട ഒരു പാട് മാത്രമേ നമുക്കുള്ളൂ. ഈ 4 സൈഡിലും ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ അഴിച്ചാണ്. നമ്മൾ നല്ല വിൻഡുള്ള സ്ഥലത്താണെങ്കിൽ അവർ പോള് കൊടുത്തിട്ടുണ്ട്, അതിട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വിൻഡും കാര്യം നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഇടാൻ. ഓക്കെ, നമ്മൾ വാട്ടർ ഫ്ലോട്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തു മറക്കിട്ട് വെച്ചു. ഓക്കെ, ഇനി വരാം. ഓക്കെ, കട്ട്. കറക്റ്റ് അവസാനം തന്നെ സിൽപോളിൻ്റെ പോലെ ഒരു മെറ്റീരിയൽ മടക്കൽ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡെക്കാത്ലോൺ Quechua ടെൻറ്റിൻ്റെ വീഡിയോ. ടെൻറ്റ് അൺബോക്സിങ്ങും ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ നോക്കി. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട, നേരെ യൂട്യൂബ് എടുക്കുക, സെർച്ച് ചെയ്യുക. ഇതിൽ കുറേ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തോ. ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പോയിട്ടൊരു വീഡിയോ ഉണ്ട്, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം പറയുന്ന പോലെ ആ സംഭവം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം. അപ്പം ചുമ്മാ ഒരു രസമല്ലേ.
അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അധികം സെലക്ട് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റെൻറ്റിന് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. 2K നമ്മൾ ആകാൻ പോകുന്നേ ഉള്ളൂ ഇത്ര നാളായിട്ട്. അപ്പോൾ അതിലേക്കൊന്ന് സെറ്റ് 10-70 പേരുണ്ടെങ്കിൽ നമ്മൾ 2K ആവും. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തേക്കും, ഒരു സന്തോഷമല്ലേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇത് തലപ്പി നടക്കുന്നുണ്ടല്ലോ, അവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.